നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുണ്ടൂരിൽ KSRTC ബസ് കർണാടക ബസിന് പിന്നിലിടിച്ച് 15 പേർക്ക് പരിക്ക്. വരവൂർ പാലക്കലിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തി. അരിമ്പൂർ വിളക്കുമാടം പാടശേഖരത്തിന്റെ അടമ്പുംചാൽ ബണ്ട് റോഡ് ഭാഗികമായി ഇടിഞ്ഞു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജ്വാല ബ്രൈഡൽ കോൺടെസ്റ്റ് ടൈറ്റിൽ വിന്നർ അൻസില കരീമിനെ അനുമോദനം നൽകി ആദരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മുണ്ടൂരിൽ KSRTC ബസ് കർണാടക ബസിന് പിന്നിലിടിച്ച് 15 പേർക്ക് പരിക്ക്. തൃശൂരിലെ മുണ്ടൂരിൽ സംസ്ഥാന റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ് കർണാടക രജിസ്ട്രേഷൻ ബസിന് പിറകിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ KSRTC ബസ് ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നാണ് വിവരം. മറ്റ് യാത്രക്കാർക്ക് നിസാര പരിക്കുകളാണ് ഉണ്ടായത്. പരിക്കേറ്റ എല്ലാവരെയും തൃശൂരിലെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പ്രദേശവാസികളും യാത്രക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. വാഹനങ്ങളുടെ വേഗതയും ഇടിച്ച രീതി കൂടി പരിശോധിച്ച് അപകട കാരണം വ്യക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വരവൂർ പാലക്കലിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തി. പാലക്കൽ ക്ഷേത്രക്കുളത്തിന് മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12ഉം 13ഉം വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നേരെയാണ് ഷനീഷ് എന്നയാൾ ആക്രമിക്കുകയും അസഭ്യം പറയുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തത്. ഇതറിഞ്ഞുവന്ന പ്രദേശവാസികൾക്ക് നേരെയും ലഹരിക്ക് അടിമയായയാൾ ആക്രമണം നടത്തി. മുൻപും സമാനമായ രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ട് വയോധികനെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഷനീഷിനെതിരെ കേസുണ്ട്. കുട്ടികളുടെ ബന്ധുക്കളും നാട്ടുകാരും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അരിമ്പൂർ വിളക്കുമാടം പാടശേഖരത്തിന്റെ അടമ്പുംചാൽ ബണ്ട് റോഡ് ഭാഗികമായി ഇടിഞ്ഞു. ഏതാനും മാസം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച ബണ്ടാണ് ഇപ്പോൾ ഇടിഞ്ഞത്. 1.7 മീറ്റർ ഉയരത്തിലും 650 മീറ്റർ നീളത്തിലുമാണ് ബണ്ട് റോഡ് നിർമ്മിച്ചിരുന്നത്. ഘട്ടം ഘട്ടമായി മണ്ണടിച്ച് ഉയർത്തേണ്ടിയിരുന്ന ബണ്ട് ഒറ്റയടിക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് ഇടിയാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. ഏകദേശം 3 മീറ്റർ വീതിയിൽ മണ്ണ് ബണ്ടിൽ നിന്നും കോൾപ്പാടത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യാതെ അടുത്ത വർഷം കൃഷി ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഈ മണ്ണ് നീക്കം ചെയ്ത് പാടം കൃഷിയോഗ്യമാക്കാൻ വലിയ ചെലവ് വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. ആവശ്യമായ പഠനം നടത്താതെയും മുൻകരുതലുകൾ എടുക്കാതെയുമാണ് KLDCയും കരാറുകാരനും ബണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നാണ് ആക്ഷേപം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ജയശ്രീ അയ്യപ്പൻ ക്ലാസ് നയിച്ചു. വിദ്യാലയത്തിലെ പ്രവർത്തന പരിധിയിലുള്ള 40 ഗ്രാമസമിതികളിലേക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, KM സിദ്ധാർത്ഥൻ, സ്കൂൾ മാനേജർ C രാകേഷ്, പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജ്വാല ബ്രൈഡൽ കോൺടെസ്റ്റ് ടൈറ്റിൽ വിന്നർ അൻസില കരീമിനെ അനുമോദനം നൽകി ആദരിച്ചു. ചേർപ്പ് വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഭാഗ്യനാഥൻ അൻസില കരീമിനെ പൊന്നാടയണിയിച്ചും കേക്ക് മുറിച്ചും മധുരം നൽകിയും സന്തോഷം പങ്കിട്ടു. സൗത്ത് ഇന്ത്യൻ ലാർജസ്റ്റ് ബ്രൈഡൽ കോൺടെസ്റ്റ് 2025 ജ്വാല സീസൺ 1-ൽ പല ജില്ലകളിൽ നിന്നായി വധുവിനെ അണിയിച്ചൊരുക്കൽ മത്സരത്തിൽ 40ഓളം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തു. 2 മണിക്കൂറിനുള്ളിൽ ഏറ്റവും നന്നായി വധുവിനെ അണിയിച്ചൊരുക്കുന്ന മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ ഊരകത്തു നിന്ന് വന്ന അർഷാന മേക്ക് ഓവറിലെ അൻസില കരീം എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ടൈറ്റിൽ വിന്നറായി 1ാം സ്ഥാനത്തെത്തി. അനുമോദന ചടങ്ങിൽ ജ്വാല ബ്രൈഡൽ കോൺടെസ്റ്റ് പ്രൈസ് മണി സ്പോൺസർ ചെയ്ത ലെക്സ് വെലോസിറ്റി അക്കാദമി അംഗങ്ങളായ സമദ് അഡോൺ, അഭിരാമി ശബരിനാഥ്, ഫസീല അൻസാർ എന്നിവർ ചേർന്ന് സമ്മാനത്തുക കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 150 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടൂരിൽ KSRTC ബസ് കർണാടക ബസിന് പിന്നിലിടിച്ച് 15 പേർക്ക് പരിക്ക്. വരവൂർ പാലക്കലിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തി. അരിമ്പൂർ വിളക്കുമാടം പാടശേഖരത്തിന്റെ അടമ്പും ചാൽ ബണ്ട് റോഡ് ഭാഗികമായി ഇടിഞ്ഞു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജ്വാല ബ്രൈഡൽ കോൺടെസ്റ്റ് ടൈറ്റിൽ വിന്നർ അൻസില കരീമിനെ അനുമോദനം നൽകി ആദരിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.